അങ്ങനെ നമ്മൾ വേണ്ട അച്ചൻകോവിലിൽ നിന്ന് ഇറങ്ങി നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കിയ കാട് കണ്ടോ, ആ കാട് മൊത്തം നമ്മൾ കയറി ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. ഓ, തമിഴ്നാടായി കേട്ടോ. തമിഴ്നാട്ടിലേക്ക് വന്നപ്പോൾ ചൂടും കൂടി. ഇത് തമിഴ്നാട് ചെക്ക് പോസ്റ്റാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റും കയറി നമ്മൾ നേരെ തെങ്കാശിയിലേക്ക് കയറുകയാണ് കേസ്. ഇവിടെ വന്നപ്പോൾ ചൂടും കൂടി കേട്ടോ. ഇത്ര നേരം കാടിനകത്തൂടെ വന്ന കാരണം ഫോറസ്റ്റിനകത്തൂടെ വന്നതുകൊണ്ട് ചൂടില്ലായിരുന്നു. ഇപ്പം ചൂടായി. അവിടെ ഒരു ഡാമൊക്കെ ഉണ്ടല്ലോ, അതിലെ കൂടെ വെള്ളം ഒഴുകുന്നൊരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ആണ് അവിടെങ്ങാനും പോയി ഒന്ന് കുളിയൊക്കെ ഒരു കുളിയൊക്കെ നടത്താം. അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. അങ്ങനെ കുളിക്കാൻ വല്ല കനാലോ ഡാമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കുളിക്കാം. പക്ഷേ ഡാം ഇവിടെ കാണാം കേട്ടോ, കാരണം അവിടെ കാണാം. പക്ഷേ അവിടെ വെള്ളം തുറന്ന് വിട്ടിട്ടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ അതിനകത്തൂടെ വെള്ളം ഇങ്ങനെ പാസ് ചെയ്യുന്ന കാണാം. നമ്മൾ രാവിലെ 7 മണിയൊക്കെ 7:30 ആയപ്പോഴത്തേക്കിന് കാട്ടിനകത്ത് കയറിയത് കേട്ടോ. ഇപ്പോൾ 11:30 ആയിട്ടുണ്ട്. 11:30 വരെ നമ്മൾ കാട്ടിനകത്തൂടെ ആയിരുന്നു. അപ്പോൾ എത്ര നേരം വണ്ടി കാട്ടിനകത്തോടെ ഓടിച്ചൊന്ന് ആലോചിച്ച് നോക്കി, എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടി ട്രിപ്പൊന്നും ഓണാക്കിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് കിലോമീറ്റർ അറിയാമായിരുന്നു. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ. എന്തായാലും ഒരു 3-4 മണിക്കൂർ നമ്മൾ കാട്ടിനകത്തായിരുന്നേ. തമിഴ്നാട്ടിൽ ഇറങ്ങിയപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു വൈബ് കണ്ടോ, നോക്കിയേ. ഇതുണ്ടോ തമിഴ്നാട്ടിലെ മറ്റേ എന്നാ പറ്റി ആ മനുഷ്യനെക്കാട്ടിലും വരുന്നോ. നല്ല ചൂടാണ് ഗൈസ്, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇവിടെ വന്നിട്ട് പൊള്ളുന്നു, നല്ലതായിട്ട് പൊള്ളുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ വെയിലൊന്നും ഒരു പ്രശ്നമല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മളെയൊക്കെയാണ് ഇത്ര ഈ ഉച്ചയ്ക്കൊന്നും ഇതുപോലെ ആൾക്കാരൊന്നും വഴി കൂടെ നടക്കത്തൊന്നുമില്ല. ടൗണുകളിൽ പോലും ആളുകളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ നടക്കാറില്ല. പക്ഷേ ഇവിടെ ആൾക്കാരെല്ലാം പുറത്തിറങ്ങി നല്ലപോലെ നടക്കുന്നുണ്ട് ഗൈസ്. ഇവർക്കൊന്നും ചൂടൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവർക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചൂടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത്രയും ചൂടൊക്കെ തന്നെ എപ്പോഴും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ ഇവർക്കതൊന്നും വലിയൊരു വിഷയമല്ലാതെ. ഇതുണ്ടോ കരിഞ്ഞു കിടക്കുള്ളൂ. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ചൂട് കൂടി ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ പൊള്ളുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കുട്രാളം വാട്ടർഫോൾസിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടോയെന്ന് പറഞ്ഞില്ലേ. പിന്നെ അങ്ങ് പോവാ. തെങ്കാശി വന്ന ഏതെങ്കിലുമൊക്കെ ഡെസ്റ്റിനേഷൻ വേണ്ടേ, ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലം പോയി കാണണ്ടേ. അപ്പോൾ നമ്മൾ കുട്രാളം പോയി കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. അവിടെ വെള്ളമൊന്നും കാണാൻ വഴിയില്ല, യാതൊരു വിധത്തിലുള്ള സ്കോപ്പും വേണ്ട, വെള്ളം കാണത്തില്ല അവിടെ. കാരണം ഇത്രയും ഉണങ്ങി വരണ്ട് കിടക്കുന്നിടത്ത് എങ്ങനെ വെള്ളം വരാനാ. പിന്നെ അത് പോയി കണ്ടിട്ട് വരാം. നമ്മളിപ്പം കുട്രാലം വാട്ടർഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. നമുക്ക് വഴി അറിയില്ല. ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരൻ്റെയിലാണ് മാപ്പൊക്കെ. അപ്പോൾ ഇങ്ങനെ 1-2 തവണ വഴി തെറ്റി. ഇത് കണ്ടോ, നോക്കിയേ, റെയിൽവേ ട്രാക്ക് കണ്ടോ. തമിഴ്നാട് ഗ്രാമങ്ങളും തമിഴ്നാട് ടൗണുകളൊക്കെ കണ്ടോ നിങ്ങൾ. വേറൊരു വൈബല്ലേ.
ഇവിടെ വരുമ്പോൾ തമിഴ്നാടിൻ്റെ ഒരു മണമുണ്ടല്ലോ, ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട്, അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പാട്ട് കേട്ടോ നിങ്ങൾ? എന്നാ ബഹളോ എൻ്റെ പൊന്നോ, ഒരു വക തിരിയത്തില്ലേ, ഏതാണ്ട് കേൾക്കാം. ഓ എന്നാ ഒച്ച അത്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അതിൻ്റെ കീഴേ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ അതിൻ്റെ കീഴേ ഇരുന്ന പാട്ട് ആസ്വദിക്കുന്നത് ഇതുപോലെ ഈ വെയിലത്ത്. കളിയാക്കുമല്ലോ കേട്ടോ, ഒന്നും കേൾക്കത്തില്ല സത്യം പറഞ്ഞാൽ. പാട്ട് എന്താണെന്ന് തിരിയത്തില്ല ഒന്നാമത്തെ കാര്യം. എന്തോ കേൾക്കാം, എന്തോ ഒരു സാധനം താളത്തിലിങ്ങനെ പോകുന്നുണ്ടെന്നല്ലാതെ അത് എന്നതാണെന്നൊന്നും കേൾക്കത്തൊന്നുമില്ല, വ്യക്തമാകുന്നൊന്നുമില്ല. ചുമ്മാതെ ഭയങ്കര ബഹളത്തിൽ എന്തോ വെച്ചേക്കുന്നുണ്ട് അവിടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ വൈബ് കേട്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു സ്റ്റൈല്. ഇവിടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ എങ്ങനെ വരുന്നെന്നും എങ്ങനെ ഓടിക്കണമെന്നൊന്നും ഒരു പിടുത്തം കിട്ടത്തില്ല നമുക്ക്. അവിടുന്ന് ഇവിടുന്നെല്ലാം വണ്ടി, ആൾക്കാർ, സ്കൂട്ടർ, സൈക്കിളും കാറും ടെമ്പോ ലോറി എല്ലാം കൂടി ഒരുമിച്ച് വരും. നമുക്കാകെപ്പാടെ കൺഫ്യൂഷനായി പോയി ഇതിലേ ഓടിക്കണതേ. ഇവിടെ ലൈനൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ ലൈനൊന്നും ഇവിടെ പ്രസക്തിയില്ല കേസ്. തെങ്കാശിയിലെ ടൗൺ ഏരിയയൊക്കെ ഉണ്ടോ, നല്ലൊരു തമിഴ് സിനിമയൊക്കെ കാണുന്നൊരു ഫീലില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗുണ്ടാർ ഡാം 6 കിലോമീറ്റർ, 6 കിലോമീറ്റർ ഇവിടെ നേരെ ഗുണ്ടാർ ഡാം കേട്ടോ. നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഡാമില്ലേ, ഇവിടുന്ന് 6 കിലോമീറ്റർ. ഒരു തമിഴ് സിനിമയ്ക്കകത്തെ കാണുന്നത് പോലത്തെ സ്ഥലങ്ങളൊക്കെ അല്ലേ നിങ്ങൾ നോക്കിയേ. ധനുഷിൻ്റെയൊക്കെ സിനിമയ്ക്കകത്തെ കാണുന്നത് പോലത്തെ ഒരു ഫീലല്ലേ വണ്ടിക്ക് പോകുന്നുണ്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. എന്ത് പറ്റിയോ, എന്ത് പറ്റി? ഇവിടെ ആൾക്കാർക്ക് ഹെൽമെറ്റ് ഒന്നും വേണ്ട. ഇവിടെ ഒരു ചെക്കിങ്ങും ഇല്ല, ഒരു കേസ് കെട്ടുമില്ല. പുള്ളിനെ വിട്ടുപോയാൽ എനിക്ക് പുള്ളിനെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. എനിക്ക് എൻ്റെ ഫോണിനകത്ത് ഓഫറില്ല, അതുകൊണ്ട് പുള്ളിനെ പിടിക്കണം. അയ്യോ, എൻ്റെ സിപ്പ്, എൻ്റെ ജാക്കറ്റിൻ്റെ സിപ്പ് തുറന്നു പോയി. ഇത് കുറേ ആൾക്കാരല്ലേ എനിക്കിട്ട് നോക്കിയത്, ആൾക്കാരല്ലേ എനിക്കിട്ട് നോക്കുക. വരുന്നവരും പോകുന്നവരും എല്ലാം വണ്ടിക്കകത്തൊന്ന് തിരിഞ്ഞ് എനിക്കിട്ട് നോക്കും. എന്നറിയോ, എൻ്റെ വയറെല്ലാം കാണാറുന്നേ. ഷോ ചമ്മയിലും. ഈ റോഡുണ്ട്, അടിപൊളി റോഡല്ലേ, അടിപൊളി റോഡാണ് കേട്ടോ, പുത്തൻ റോഡാണ് കേട്ടോ. പണിതിട്ട് ഒത്തിരി നാളായിട്ടില്ലാത്ത റോഡാന്ന് തോന്നുന്നു. അടിപൊളി റോഡ്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പ്രശ്നമല്ല, തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡുകളെല്ലാം കിടിലമായിരിക്കും കേട്ടോ. ഒരു പ്രശ്നമുള്ള റോഡ് കാണത്തില്ല. നമ്മളവിടുത്തെ പോലെ ഇങ്ങനെ ചുമ്മാ കുണ്ടും കുഴിയുള്ള റോഡുകളൊന്നുമില്ല. നമ്മുടെ മെയിൻ റോഡുകൾ മാത്രമേ നമ്മുടെ പണിയുള്ളൂ. മെയിനായിട്ട് വണ്ടി പോകുന്ന തിരക്കുള്ള റോഡുകൾ മാത്രം പണിയും. സാധാരണ ഗ്രാമങ്ങളിലൂടെ ഉള്ളതും അങ്ങനെയുള്ള റോഡുകളൊക്കെ അങ്ങനെ തന്നെ കിടക്കും. ഇതുണ്ടോ മാന്തോപ്പ് കേട്ടോ, മാന്തോപ്പ് ഫുള്ള് മാവിൻ കൃഷികളാണ് ഫുള്ള്. റോഡ് കണ്ടോ ഗൈസ്, റോഡ് കണ്ടോ ഗൈസ്, റോഡ് കണ്ടോ, എന്നാ ഭംഗിയാ നോക്കി. രണ്ട് സൈഡിലും മാന്തോട്ടമാണ്. ഇതിനകത്തെല്ലാം മാങ്ങയാണ്, ഫുള്ള് മാങ്ങയാണ്. ഈ മാവിനകത്തെല്ലാം മാങ്ങ കിടപ്പുണ്ട് ഇഷ്ടം പോലെ. നേരെ നോക്കിയാൽ ഫുള്ള് മല, ഫുള്ള് മലയാണ് കേട്ടോ. ഫ്രണ്ടിൽ ഫുള്ള് മലനിരകളാണ്. അങ്ങോട്ട് മലയിലേക്ക് കിടക്കുന്ന റോഡ്.
എന്നെ കാണാതെ വരും. ഞാൻ ഈ ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്ലോ ആവും. അപ്പോൾ പുള്ളി അങ്ങ് വിട്ടുകയല്ലോ. അപ്പോൾ എന്നെ കാണാതെ വരുമ്പോൾ അവിടെ ഇവിടെ ചാട്ടും. ഇതെന്നെ പരിപാടി. നല്ല റോഡുകളൊക്കെ വരുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കും. അപ്പം വണ്ടി കുറച്ച് സ്ലോ ആവും. അപ്പം പുള്ളി എന്നെ കാണാതെ വരുമ്പോൾ ചവിട്ടും. വെസ്റ്റേൺ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആരും ഒന്ന് താമസിക്കാനാ. ഈ സ്ഥലമൊക്കെ ഉണ്ടോ? അടിപൊളി സ്ഥലമല്ലേ, നോക്കി. തെന്മല. ഓ, കുറ്റാലം വാട്ടർഫോൾസ് ഇവിടെ കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഇത്രയും വലിയ സെറ്റപ്പ് ആയതാ. ഇവിടെ ഭയങ്കര തിരക്കാണേ. ഇവിടെ നമ്മുടെ ചക്കപ്പഴമൊക്കെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ചക്കപ്പഴത്തിന് എന്നാ വിലയെന്ന് പറഞ്ഞേ? ചക്കപ്പഴത്തിന് 1/2 കിലോ 100 രൂപ ചക്കപ്പഴത്തിന്. കാണിക്കാവേ. 1/2 കിലോ 100 ആണോ? 1/2 കിലോ 100 ഉണ്ടോ? 1/2 കിലോ 100 രൂപ. ഇത് ചാമ്പങ്ങയല്ലേ? ചാമ്പങ്ങ എന്നാ വിലയാണ്? 1/2 കിലോ. എല്ലാം 1/2 കിലോ 100 ചാമ്പങ്ങയുടെ വലിപ്പം കണ്ടോ? നല്ല മധുരമാണോ? കാണിച്ച്. ആ, സൂപ്പറാ കേട്ടോ. കൊള്ളാം, അടിപൊളി. ഇവിടെ വെള്ളം ഉണ്ടോന്ന് അറിയില്ലല്ലോ. വെള്ളം ഉണ്ടല്ലേ? ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. താഴെ ഭയങ്കര വെള്ളമൊക്കെ കേൾക്കാം. വെള്ളമുണ്ട്. അമ്പട. ഇവിടെ കുളിക്കാൻ പോയിട്ട് ഇവിടെ നിൽക്കാൻ പോലുള്ള ഇടയില്ല. അല്ലേ പോകത്തില്ല ഉണ്ടോ? അതിലേ പോകത്തില്ല ബ്രോ. ഇല്ല പോ. ആണോ? ആ, എന്നാ പോട്ടെ. ഇവിടെ മുഴുവൻ കുളി സീനാണ് പോ. ആകെപ്പാടെ ഇച്ചിരി സ്ഥലത്തെ വെള്ളമുള്ളൂ. അവിടെ മുഴുവൻ ആളാണ്. ഇവിടെ അല്ലേ ഒരിടയ്ക്ക് ഇന്നാൾ ഭയങ്കരമായിട്ട് വെള്ളം വന്നിട്ട് പ്രശ്നം. ആ, അവിടെ ആൾക്കാർ മറ്റേ മൊന്ത അല്ലല്ലോ, കല വന്നു, കുട വന്നു അല്ലേ. കുടത്തിനകത്ത് വെള്ളമൊക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ. കുടിക്കാനായിരിക്കും. തീർത്ഥമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തോ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന അമ്പലമാണേ. ഈ അമ്പലത്തിൽ എന്തോ വിശ്വാസപ്രകാരമാണോ ഇവർ ഇതെടുത്തോണ്ട് പോകുന്നതെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ ആകെപ്പാട് ആ ശകലം ഭാഗത്തേ ഉള്ളൂ വെള്ളം. ഇവിടെ മുഴുവനും വെള്ളം വരുന്ന കേട്ടോ. കാണിച്ചു തരാം. ആകെപ്പാട് ശകലം സ്ഥലത്തേ ഉള്ളൂ വെള്ളം. അവിടെ മുഴുവനും ആളാണ്. അവിടെ നിൽക്കാനൊക്കത്തില്ല. അവിടെ ആ ഏരിയയിലോട്ട് പോകാനേ ഒക്കത്തില്ല. അവിടെ ഭയങ്കര ഇതുണ്ടോ? ഇതുണ്ടോ? അത്രയും ഇവിടെല്ലാം വെള്ളം വീഴുന്നതാണ്. ഇത്രയും ഭാഗത്തെല്ലാം വെള്ളം വീഴുന്നതാണ് കേട്ടോ. പക്ഷേ ഭയങ്കര ഉണക്കായതുകൊണ്ട് അവിടെ ഒന്നും ഇവിടെ ഒന്നും വെള്ളമില്ല. ഇവിടെ എല്ലാം ഇതുണ്ടോ? ഈ കമ്പിയൊക്കെ ഇട്ടേക്കുന്നുണ്ടോ? ഈ കമ്പിയൊക്കെ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഒന്നും ഇപ്പം വെള്ളമില്ല. തൽക്കാലം ഇപ്പോൾ വെള്ളമില്ല.
നമ്മളങ്ങനെ അവിടുന്ന് തിരിച്ചിറങ്ങുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറ്റാലത്തു നിന്ന് തിരിച്ചിറങ്ങി. ഇവിടെ ATM കൗണ്ടർ ഇല്ലാത്ത കാരണം എൻ്റെ ഫോണിനകത്ത് ഗൂഗിൾ പേ ഉണ്ട്, പക്ഷേ എനിക്ക് നെറ്റ് ഓഫറില്ല. അത് കാരണം നെറ്റ് ഓഫർ ഇല്ലാത്ത കാരണം നമുക്ക് ഗൂഗിൾ പേ ചെയ്യാനും പറ്റത്തില്ല. ഇനി എവിടെയെങ്കിലും ATM കൗണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്നെ ഇച്ചിരി വെള്ളമാണ് മേടിക്കാനാകത്തുള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ വരുന്ന വഴിക്ക് ഒരു ATM കൗണ്ടറോ ഒന്നും കണ്ടില്ല. അത് വല്ലാതെ ചതിയായിപ്പോയി. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് കുറ്റാലം വാട്ടർഫോൾസിൽ നിന്ന് നമ്മളിനി നേരെ തിരുമലൈക്കോവിൽ കാണാൻ പോവുകയാണ് കേട്ടോ. തിരുമലൈക്കോവിൽ അടിപൊളി സ്ഥലമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ നേരത്തെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ തിരുമലൈക്കോവിൽ കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രകൾ കാണാം. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴി തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകുന്നത് മാത്രമേ ഉള്ളൂ കാണാനുള്ളൂ. അത്യാവശ്യമായിട്ടൊരു ATM കൗണ്ടർ കണ്ടുപിടിച്ച് കുറച്ച് പൈസ എടുത്തിട്ട് കുറച്ച് വെള്ളം മേടിച്ച് കുടിക്കണം. ദാഹിച്ച് വരണ്ട്. എൻ്റെയാണ് ഗൂഗിൾ പേ വർക്കാവത്തില്ല. നെറ്റ് ഓഫർ ഞാൻ ചെയ്തില്ല. നെറ്റ് ഓഫർ ചെയ്യാൻ ഭയങ്കര മണ്ടത്തരമായിരുന്നു. ഇന്നലെ വൈകിട്ട് നെറ്റ് കട്ടായി പോയതേ. ഓഫർ തീർന്നു പോയി. ഞാൻ അറിഞ്ഞില്ല. രാവിലെ പോരാൻ നേരത്തും അറിഞ്ഞില്ല. വണ്ടിയൊക്കെ കയറി പോന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോഴാണ് ഓഫർ തീർന്നതായിട്ട് ഞാൻ അറിഞ്ഞത്. സത്യം പറയാം, ചെയ്യുന്ന കാര്യം ഓർത്തേ ഇല്ല. ഇനിയിപ്പോൾ ATM കൗണ്ടർ ഇല്ലാതെ ഒരു രക്ഷയെന്ന് അത് ATM കൗണ്ടറല്ല. ഇവിടെ ആരോട് ചോദിക്കട്ടെ ATM കൗണ്ടറിൻ്റെ കാര്യമേ. ചേട്ടാ ഇവിടെ ATM കൗണ്ടർ എവിടെ ചേട്ടാ ഉള്ള ATM കൗണ്ടർ? ATM സിഗ്നലപ്പുറത്തുണ്ടോ? ശരിയാണ്, ആ സിഗ്നലിൻ്റെ അപ്പുറത്ത് ATM കൗണ്ടർ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ എടുത്ത് കുറച്ച് വെള്ളം മേടിച്ച് കുടിക്കണം കേസ്. ഇവിടെ വന്നിട്ടേ ഈ വെയിൽ കണ്ടിട്ട് തന്നെ വെള്ളം കുടിക്കാൻ തോന്നുന്നു. ചേട്ടാ ATM കൗണ്ടർ ഉള്ള എവിടാ? ATM ഇത് ATM ഓക്കെ. ശരി. ഓക്കെ ATM കൗണ്ടർ കിട്ടി. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇവിടെ തന്നെ ഒരു കടയുണ്ട്. നമുക്ക് ഇവിടെ ഇച്ചിരി പൈസ എടുത്തിട്ടെ ഇച്ചിരി വെള്ളം മേടിച്ച് കുടിക്കട്ടെ. അയ്യോ ഇത് തമിഴാണോ? ഇത് തമിഴാണല്ലോ കാണിക്കുന്നത്. തമിഴ് വായിക്കാറില്ല. അവിടെ ക്യാഷില്ല കേസ്. അപ്പുറത്ത് അവിടെ ഒരു ATM കൗണ്ടർ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ചേട്ടാ ഇവിടെ ATM കൗണ്ടർ ഏതാ കേട്ടോ ഉള്ളത്? വേറെ ATM കൗണ്ടർ ATM എവിടെ ഉള്ളത്? ഉണ്ടോ? അവിടെ കൂടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ വിട്ട്. അങ്ങനെ മറ്റൊരു ATM കണ്ട് കയറട്ടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് കയറിയിട്ട്, നല്ല സുഖം. അയ്യോ ഈ വെള്ളം തായോ. തിരുമലൈക്കോവിൽ. അയ്യോ ശരി വെള്ളം കുടിക്കരുത്. ഇത് എന്നാന്ന് എനിക്കറിയത്തില്ല. ക്ഷയിക്കാണ്ടാന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് കുടിച്ചിട്ടുള്ള പരിപാടിയുള്ളൂ. അയ്യോ എൻ്റെ പൊന്നോ. ഇത് കണ്ടോ തനി തമിഴ്നാട് ഗ്രാമമാണ് കേട്ടോ. ഗ്രാമമല്ല സോറി, ടൗണാണ്. അതിന് നടുക്ക് തനി തമിഴ്നാടിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടോ. ഭയങ്കര രസമില്ലേ? ആരോടും ചോദിക്കണോ? ബ്രോ തിരുമലൈക്കോവിൽ പോകാൻ അങ്ങോട്ട് പോകണോ? അങ്ങോട്ടാണോ പോകണ്ടേ? രണ്ട് ബൈക്കിൽ വന്ന ചേട്ടന്മാർ അങ്ങോട്ടേക്കാന്ന് പറഞ്ഞു. അവർ വഴി കാണിക്കാമെന്ന് പറഞ്ഞു കേട്ടോ.
അപ്പുറം പുറകെ പോരെ. ഇവിടുത്തെ ഒരു വൈബ് കണ്ടോ, ഭയങ്കര രസമില്ലേ? ഇവിടെ നോക്കി നീലക്കളറുള്ള പെയിൻ്റ് അടിച്ചേക്കുന്നത് എന്നെ രസമല്ലേ നോക്കി. വേറെ മൂടാണ് കേട്ടോ. നെല്ല് ഉണക്കുന്നുണ്ടോ? നെല്ല് ഈ കിടക്കുന്ന മുഴുവൻ നെല്ലാണ് കേട്ടോ. ഇതുണ്ടോ നെല്ല് കിടക്കുന്നുണ്ടോ? കേട്ടോ, ഇത് ഫുള്ള് ചാക്കിനകത്തെല്ലാം നെല്ലാണ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. നോക്കിയ നെല്ല്. റോഡിലെല്ലാം നെല്ലാണ് കേട്ടോ. കണ്ടോ നെല്ല് കൊണ്ട് അടിക്കുന്നത് കണ്ടോ. നമ്മളവിടെ ഒന്നും ഈ കാഴ്ച ഒന്നും കാണാനൊക്കത്തില്ല കേട്ടോ. നെല്ല് കണ്ടോ. ഇതാണ് നമ്മളവിടെ ചോറായിട്ട് അരിയായിട്ടൊക്കെ വരുന്നത് കേട്ടോ. നെല്ല് കണ്ടോ, കണ്ടോ നെല്ല് അടുക്കി വെച്ചേക്കുന്നേ, ചാക്കിനകത്താക്കി വെച്ചേക്കുന്നത് കണ്ടോ. ഇവിടെ വലിയ ഗോഡൗണുണ്ട് നോക്കി. നമ്മൾ ഈ നെല്ലിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ റോഡ് മുഴുവനും നെല്ലാണേ. കണ്ടോ നെല്ല് കൊണ്ട് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ. അടിപൊളി. ഇങ്ങനത്തെ കാഴ്ചയൊന്നും കേരളത്തിൽ ഇപ്പോൾ ഇല്ല. നമ്മൾ പോകുന്നതാണ് അങ്ങോട്ടേക്കാണ് കേട്ടോ. കണ്ടോ അമ്പലം കണ്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് ചെല്ലാൻ പറ്റും. വണ്ടിയായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറാം കേട്ടോ. ഇവിടെയാണ് പുഷ്പ ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. പുഷ്പ ഫസ്റ്റ് കണ്ടോ, വൈബ് കണ്ടോ. ഞാനിപ്പോൾ വെള്ളം മേടിക്കട്ടെ, വാ. ഒരു രൂപ വെള്ളം തന്നേ, വാ. ഒരു രൂപ വെള്ളം. നമുക്ക് മുകളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ബൈക്കിന് 20 രൂപ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരു ബൈക്കിന് 20 രൂപയാണേ. എന്തായാലും 20 രൂപ കൊടുക്കുമ്പോൾ 20 രൂപയ്ക്കുള്ള സംഭവം ഉണ്ട് മുകളിൽ. അടിപൊളി കാഴ്ചകളൊക്കെയാണ് മുകളിൽ കേട്ടോ. ഞാനെന്തായാലും ഒരു കുപ്പി വെള്ളം മേടിച്ചു കേസ്. വെള്ളമില്ലാതെ പറ്റത്തില്ല, ഭയങ്കര ദാഹമാണ്. ഒരു രക്ഷയില്ലാതെ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ ചൂടാണ്. ഇവിടുത്തെ വ്യൂ ഒക്കെ കിടിലൻ വ്യൂ ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല കാറ്റുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. ഇന്ന് കാറ്റുണ്ടായില്ല എന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ വന്നപ്പോൾ നല്ല കാറ്റായിരുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെ ഡാം അത് കാണാം കേട്ടോ. നമ്മൾ ഇറങ്ങി വന്നത് ഈ ഏതോ ഒരു മലയിൽ കൂടെ ഒക്കെ എങ്ങാണ്ട് ഇറങ്ങി വന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ അമ്പലമൊക്കെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴി കണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഡാം ഒക്കെ കാണാൻ പറ്റും. നമ്മൾ ആ ഇറങ്ങി വന്ന വഴിക്കൊന്നും നിന്നാലും ആ ഡാം കാണാം കേട്ടോ. കേട്ടോ ഡാം ഉണ്ട് അവിടെ നോക്കി. കിടിലൻ വ്യൂ അല്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ആ ഡാമിനകത്തുനിന്ന് വെള്ളം തുറന്നു വിടും. അത് വെള്ളം തുറന്നു വിടുമ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതൊരു അടിപൊളി സ്ഥലമാണേ. ഈ വഴിയൊക്കെ ഈ അടുത്തിടയ്ക്കെങ്ങാണ്ട് ഉണ്ടാക്കിയത്. ഈ വഴിയൊക്കെ നേരത്തെ ഈ വഴിയൊന്നും ഇല്ലായിരുന്നു. നേരത്തെ അതിലെ കൂടെ നടന്ന് കയറാൻ സ്റ്റെപ്പിലൂടെ നടന്ന് കയറാൻ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോൾ ഈ റോഡൊക്കെ വെട്ടി അടിപൊളിയാക്കി സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഇവിടെ. തെങ്കാശിയിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. ഇവിടെയും കൂടി വന്ന് കണ്ടിട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും.
ഹെയർ പിൻ ഒരു 3-4 ഹെയർ പിൻ ഉണ്ട് കേട്ടോ. കണ്ടോ, പാറ വെട്ടി തുറന്നുണ്ടാക്കിയിരിക്കുന്ന വഴിയാണ്. കരിഞ്ഞ വെയിലാണ്. വെയിലിന് ഒരു കുറവുമില്ല കേട്ടോ. വെയിലിന് യാതൊരു വിധത്തിലുള്ള കുറവുമില്ല. വണ്ടി ഇവിടെ വെച്ചാൽ കത്തിപ്പോലോ. നമുക്ക് വയ്യ അകത്തോട്ട് കയറാവേ. അല്ലേ കയറാവോ? ഒരു ശകലം പോലും താണില്ല. അയ്യോ, അവിടെ താണത്തിച്ചിരുന്നാൽ ഇരിക്കട്ടെ. അയ്യോ, നമ്മളിപ്പോൾ താണ്ട ആ വഴിയാണ് വന്നത് കേട്ടോ. താഴെ വന്നിട്ട് ഇങ്ങനെ വട്ടം കറങ്ങിയാണ് വന്നത്. ഇതിലെ കൂടെ സ്റ്റെപ്പും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ആൾക്കാർ നടന്നിറങ്ങിയിട്ടുണ്ടോ. നമ്മുടെ പുഷ്പ സിനിമയ്ക്കകത്തേക്ക് ഇവിടെയൊക്കെ ഒരുപാട് സീനുകളുണ്ട്. നമുക്ക് അതിനകത്തൂടെ ഒന്ന് കയറിയിട്ട് വരാവേ. ഏരോടം വരെ വന്നല്ലേ. ചെരുപ്പൊക്കെ താഴെ ഊരിയിടണം കേട്ടോ. അയ്യോ, ചെരുപ്പ് ഊരിയിട്ട് ഇവിടെ ചവിട്ടിട്ട് പൊള്ളുന്നല്ലേ. അയ്യോ, കത്തുന്നു കേട്ടോ. അയ്യോ, താഴത്തോട്ട് കയറിക്കട്ടെ. അയ്യോ, ചെരുപ്പ് ഊരിയിട്ട് ഇവിടെ ഇതിലെ കൂടെ നടക്കാനൊക്കത്തില്ല കേട്ടോ. കുറച്ചാലും ഇവിടെ അങ്ങനെ ഇരിക്കാവേ. ഇതിലെ കൂടെ നടക്കാനൊക്കത്തില്ല എന്തായാലും, ചൂട് കാരണം കാല് പൊള്ളിന്ന് ഭയങ്കരമായിട്ട്. ഇവിടെ എന്തോ അന്നദാനമോ ഏതാണ്ട് ഫുഡ് പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. സദ്യയോ അങ്ങനെയായിട്ട് സംഭവം ഉണ്ടേ. ഇവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്ന കാണാം. അവിടെയും കാണാം. ഇതുണ്ടോ, ഞാൻ ഈ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ഓടി നടക്കുവാണ് കേട്ടോ. ഇവിടെ നിന്ന് ചവിട്ടാനൊക്കത്തില്ല, അതുപോലെ ചൂടാണേ. ഞാനിങ്ങനെ നിഴൽ തപ്പി നടന്ന് വന്നപ്പോഴത്തേക്കിന് ഒരുപാട് ആളുകൾ ഈ വൈറ്റിനകത്തോട് നടക്കുന്നു. ഈ വെള്ള പെയിൻ്റ് അടിച്ചെന്നുണ്ടോ. ഞാനപ്പോർക്ക് ഈ വെള്ളക്കകത്തോടൊക്കെ നടന്നാൽ കാല് പൊള്ളത്തില്ലേ. ഞാൻ ചുമ്മാ കയറി ഇവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല, ഇവിടെ ചുമ്മാ നിൽക്കാം, ചവിട്ടി നിൽക്കാം. ആ സമയം ഇവിടെ ചവിട്ടിയാണ്ടല്ലോ കാല് പെട്ടെന്ന് പൊള്ളും കേട്ടോ. എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ചവിട്ടിയാലും പൊള്ളും, ഭയങ്കരമായിട്ട് പൊള്ളും. ഈ വൈറ്റിനകത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ. സാധാരണ മണ്ണിനകത്തൂടെ നടക്കുന്ന അതേ ഫീലാണ്. അതെന്തൊരു ടെക്നോളജിയാണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല കേട്ടോ. അതെന്നാണ് സംഭവം. ചൂടേ ഇല്ല ഈ സാധനത്തിനകത്ത് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ, ഭയങ്കര ചൂടാണ്. അത് കാരണം എനിക്ക് ഞാൻ ഒരു ഇതില്ല ഇങ്ങോട്ട് നടന്നു വന്നേ.
അയ്യോ പുറത്തുനിന്ന് ചാടാനൊക്കത്തില്ല, ഇതിനകത്തൂടെ തന്നെ നടക്കാനൊക്കത്തുള്ളൂ. അത് കൊള്ളാം എന്തായാലും. ഇവിടെ ഒരു അടിപൊളി കുളമുണ്ട് കേട്ടോ, അത് ഭയങ്കര വിശ്വസിക്കാൻ പറ്റത്തില്ലേ. ഇത് വലിയൊരു പാറപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് കേട്ടോ. പാറപ്പുറത്തിന് മുകളിൽ ഇതുപോലൊരു കിടിലൻ കുളമുണ്ട് ഗൈസ്. അമ്പോ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ, നല്ല തണുത്ത വെള്ളമായിരിക്കും കേട്ടോ. അതൊക്കെ ആരിട്ടാണോ? അതെ, ഇതിനകത്ത് മൊത്തം പ്ലാസ്റ്റിക് ആണല്ലോ. ഇതുണ്ടോ, ഇത് ഈ പാറയുടെ വലിയ പാറയുടെ മുകളിലാണ് കേട്ടോ ഈ കുളം. കൊള്ളാം എന്തായാലും. നമ്മൾ തിരുമല കോവിലിൽ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ. നമ്മൾ തെന്മല കയറി അങ്ങനെ പോവുക കേട്ടോ. തിരിച്ച് നേരെ പുനലൂർ കയറി തിരിച്ചു പോവാം. അപ്പോൾ പോകുന്ന വഴിക്ക് റോസ്മല ചിലപ്പോൾ കയറും. റോസ്മല എന്ന് പറഞ്ഞ എങ്ങാണ്ടൊരു സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതും കൂടിയും കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ റോസ്മലയുടെ വീഡിയോ ഞാൻ അടുത്തൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും, റോസ്മലയുടെ വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും അതുപോലെ എല്ലാവർക്കും ബൈ.